ഹലോ ഗൈസ്, ഞാൻ ഊട്ടി പോവാണ്. ഒരു 10 മണിയാകുമ്പോഴത്തേന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1 മണി 2 മണിയാകുമ്പോഴത്തേന് നാടുകാണി ചുരത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചുരത്തിൽ കൂടെ ഇങ്ങനെ പോണത്. ഒരു കാട്ടുപന്നി അതിൻ്റെ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാട്ടുപന്നി ഒരു പ്രതിമയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചു ഞാനതൊരു പ്രതിമയെന്ന്, പിന്നെ അമ്മായി പറഞ്ഞ് അതൊരു കാട്ടുപന്നിയാണെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത്. ഒരു 15-20 മിനിറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഈ റോട്ടിൽ കൂടെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു ഈ ചുരം കയറിയത്. നല്ല പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നിട്ട് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് 3 ആനകളുണ്ട്, 2 റൈറ്റിലും 1 ലെഫ്റ്റിലായിരുന്നു. അതുകൊണ്ടാണ് ഒരെണ്ണത്തിനും കാണാണ്ടിരുന്നത്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഷോക്കായി. നമ്മളങ്ങോട്ടൊന്നും ഉപദ്രവിക്കാൻ പോകണ്ട, അപ്പോൾ അവരിങ്ങോട്ടും ഒന്നും ഉപദ്രവിക്കാൻ വരുകയില്ല. അവിടെ അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പുല്ലൊക്കെ തിന്നിട്ടിരിക്കുകയാണ്. ഒരു 3 മണിയായപ്പോൾ ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം ഉറങ്ങി. 6 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുള്ളൂ. ചുരം കയറാനുള്ള രസമുണ്ടായിരുന്നു. അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സ്മൂത്തായി പോകാൻ പറ്റി ഞങ്ങൾക്ക്. ഞങ്ങൾ മാമന്, അമ്മായി, ചേട്ടന്മാർ, ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. ഊട്ടിക്കായിരുന്നു പോകാൻ വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബന്ദിപ്പൂർ പോയിട്ട് ഊട്ടി പോകാമെന്ന്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഒന്ന് മിസ്റ്റേക്ക് വന്നത് കേട്ടോ, ഊട്ടി പോകാന്ന് പറഞ്ഞത്. കർണാടക ഫോറസ്റ്റിലൊരു സഫാരി പാർക്ക് ഉണ്ട്. അവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ വണ്ടിയിൽ നമുക്ക് ഫോറസ്റ്റൊക്കെ കാണാവുന്നതാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ എവിടെ നോക്കിയാലും മാനും മയിലും എവിടെ നോക്കിയാലും മാനും മയിലാണ് ഗൈസ്. പക്ഷെ നമുക്ക് ടൈഗറിനൊന്നും കാണാൻ പറ്റില്ല. ആനനെയും മാനിനെയും മയിലിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. പച്ചപ്പുല്ലിൻ്റെ ഇടയിൽ മാനൊക്കെ നിൽക്കുന്ന രസമുണ്ടായിരുന്നു. വണ്ടിയുടെ ഉള്ളിൽ കയറിയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലാഷ് ഓൺ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ആന ഓടിയെന്ന് വേറെ കൂട്ടർ ഫ്ലാഷ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാടിനുള്ളിൽ പോയപ്പോൾ 2 പിടിയാനകൾ കുട്ടിക്കൊമ്പനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് മംഗൂസ്. ഇവിടെ കാണുന്ന മംഗൂസ് അല്ല, അതിനെക്കാട്ടി നല്ല ഡിഫറൻസ് ഉണ്ട്. റയറായിട്ടുള്ള മംഗൂസാണ്. വണ്ടിയിലത്തെ ഗാർഡ് പറഞ്ഞതാണ്. നമ്മുടെ വണ്ടി വന്നപ്പോൾ മാനകളൊക്കെ മണപ്പിക്കുന്നുണ്ടായിരുന്നു. കുറേ നോക്കാം, മറ്റേ കൊമ്പുള്ള മാനയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കിയാലും മാനായിരുന്നു വിശ്രമിക്കുന്നത്. ആനകൾ നമ്മുടെ വണ്ടി കാണുമ്പോൾ ഒച്ചെടുക്കുന്നുണ്ടായിരുന്നു ഗായ്സ്. കുട്ടീനെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാവും അവർ പ്രൊട്ടക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടീനെ. ഇത്രയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി ഊട്ടിത്തെ വിശേഷങ്ങൾ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.